ഷെയ്ബ കിച്ചണിൽ ഇന്ന് നമ്മൾ സിമ്പിളായിട്ടൊരു മുട്ടക്കറിയാണ് ഉണ്ടാക്കുന്നത്. എപ്പോഴും ഒരുപോലെ നമ്മൾ കറി ഉണ്ടാക്കുമ്പോൾ ഇടയ്ക്കൊരു ചേഞ്ചൊക്കെ ആവാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഒരു മുട്ടക്കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതാ ചപ്പാത്തിൻ്റെ കൂടി പൊറോട്ടിൻ്റെ കൂടെ ഒക്കെ നമുക്ക് അടിപൊളിയായിട്ട് പോകുന്ന ഒരു കറിയാണ്. അപ്പോൾ എളുപ്പത്തിൽ ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതിനായിട്ട് ഞാനിത് ആദ്യം തന്നെ മുട്ടയാണ് വേണ്ടത്. അപ്പോൾ ഞാൻ 5 മുട്ട എടുത്തിട്ടുണ്ട്. അതിപ്പോൾ നമ്മൾ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് വേവിക്കുകയാണെങ്കിലേ പെട്ടെന്ന് നമുക്ക് ഒറ്റൊരു വിസിലടിച്ചാൽ മതി. അപ്പോഴേക്ക് തന്നെ മുട്ട നന്നായിട്ടൊന്ന് വെന്ത് കിട്ടും. ഇങ്ങനെ കുക്കറിൽ വേവിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് പറയണേ. എനിക്കിത് പെട്ടെന്ന് എളുപ്പത്തിലായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇത് കുക്കറിന് ഒരു വിസിൽ വന്നിട്ടുണ്ട്. ഞാനൊന്ന് തീ ഒന്ന് ഓഫാക്കി കൊടുത്ത് ഇനി ഇത് തണുക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. അപ്പോഴേക്കും നമുക്കിതാ നമ്മുടെ വെജിറ്റബിൾസൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. അതിനായിട്ട് ഞാനിതാ ഉള്ളി, തക്കാളി, ക്യാപ്സിക്കം, ക്യാരറ്റ്, പിന്നെ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി അതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഒക്കെ ഒന്ന് തൊലി കളഞ്ഞ് നമുക്കൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കണം. ഈ ഒരു കറി ഉണ്ടാക്കാൻ ആകെ നമുക്ക് വേണ്ട സമയം ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാനുള്ളൊരു സമയം മാത്രമേ വേണ്ടൂ. പിന്നെ എല്ലാം കൂടി പെട്ടെന്ന് തന്നെ നമുക്ക് ആയി കിട്ടും. അപ്പോൾ ഞാനിത് ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. എല്ലാ വെജിറ്റബിൾസൊക്കെ കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. ഇതുപോലെ നമുക്കൊന്ന് സ്ക്വയറായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. എല്ലാം നമുക്കൊന്ന് സ്ക്വയറായിട്ട് തന്നെ കട്ട് ചെയ്തിട്ടെടുക്കാം. 4 ഉള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ അത് ചെറുതായതുകൊണ്ടാണ് 4 എടുത്തത്. വലുതൊക്കെ ആണെങ്കിൽ നിങ്ങൾ 2 മാത്രം എടുത്താൽ മതി. പിന്നെ ഇതാ 2 ചെറിയ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ 2 തക്കാളി, ഒരു ഹാഫ് പിന്നെ ക്യാപ്സിക്കം എടുത്തു. പിന്നെ 3-4 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയൊരു പീസ് ഇഞ്ചിയും, ഒരു 3 പച്ചമുളകാണ് എടുത്തത്. പിന്നെ ഞാനിതാ വെളുത്തുള്ളി ഒന്ന് ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇഞ്ചിയും കൂടി കട്ട് ചെയ്തിട്ടെടുത്തു. പിന്നെ പച്ചമുളക് ഇതേപോലെ നീളത്തിൽ അതും കട്ട് ചെയ്തിട്ടെടുത്തു. ഈ ഒരു പണിയൊക്കെ കഴിഞ്ഞാൽ ഈസിയാണ് ഇത് ഉണ്ടാക്കാൻ. അപ്പോൾ ഞാനിതാ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കരുത്, ഓയിൽ തന്നെ ഒഴിച്ചു കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ഇപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്കിതാ വെളുത്തുള്ളി, ഇഞ്ചിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ലൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് നമുക്ക് വഴറ്റി കൊടുക്കാം. നല്ലൊരു സ്മെല്ല് വരും. ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ 2 വറ്റൽമുളകും കൂടി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം. തീ ഒന്ന് കൂട്ടി തന്നെ വെച്ച് കൊടുക്കുക. നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ഉള്ളിയും ക്യാരറ്റും കൂടി ഇട്ട് കൊടുക്കുക. ക്യാരറ്റിന് കുറച്ച് വേവ് ഉണ്ടായതുകൊണ്ട് തന്നെ ആദ്യം തന്നെ നമുക്ക് ക്യാരറ്റ് തന്നെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് രണ്ടും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. അങ്ങനെ ഓവറായിട്ടൊന്നും വേവിക്കൊന്നും ചെയ്യണ്ട. നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ച് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയാൽ മാത്രം മതി. അപ്പോഴേക്ക് തന്നെ ഇതൊന്ന് വാടി കിട്ടും. ആ ഒരു വാടി കിട്ടുക മാത്രമേ ചെയ്യണ്ടൂ. കൂടുതൽ അങ്ങ് വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇതാ ഞാനിത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഏകദേശം ഒന്ന് വാടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബാക്കി ഇൻഗ്രീഡിയൻസും കൂടി ഇട്ട് കൊടുക്കാം. ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. പിന്നെ തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം. അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഒരു 5 മിനിറ്റ് നമുക്കിത് ഇങ്ങനെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കണേ തീ. ഇപ്പോൾ ഇതൊരു ഹാഫ് കുക്ക് ആയിട്ടുണ്ട്. ഒന്നെല്ലാം കൂടിയിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് സോസുകളും പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിത് ആദ്യം തന്നെ ചേർത്ത് കൊടുക്കുന്നത് ചില്ലി സോസാണ്. 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ സോയാ സോസും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ 2 ടേബിൾ സ്പൂൺ നമുക്ക് ടൊമാറ്റോ കെച്ചപ്പും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ തന്നെ കുരുമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ചേർത്ത് കൊടുക്കുമ്പോൾ തീയൊന്ന് കുറച്ച് വെച്ച് കൊടുക്കുക. ഇനി നമ്മൾ തീയൊന്ന് കൂട്ടി വെച്ച് ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം. ഒരു 2 മിനിറ്റ് ആ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ആ വെള്ളം കൂടി ഒഴിച്ച് ഇത് നന്നായിട്ടൊന്ന് തിളക്കണം. ഫുള്ളായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് തിളക്കണം. തിളക്കുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ചിട്ടുണ്ട്. ഇതുവരെ നമ്മൾ ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. സോസിലൊക്കെ നല്ല ഉപ്പുണ്ടായതുകൊണ്ട് തന്നെ എല്ലാം നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിതാ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് ഫുള്ളായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. 1/2 ടീസ്പൂണ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു സോസിൻ്റെ പുളിപ്പും പിന്നെ തക്കാളിയുടെ പുളിപ്പും ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എല്ലാം കൂടിയിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. കറിയുടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഒരു 10 മിനിറ്റിൻ്റെ പണിയേ ഉള്ളൂ. ഈ സമയത്തൊക്കെ ഈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കണം. ഇനി നമ്മളിതാ ഇതിലേക്ക് കുറച്ച് കോൺഫ്ലവറും കൂടി കലക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആ ഒരു തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി എന്നിട്ട് എല്ലാം കൂടി മിക്സാക്കി എടുക്കുക. നമ്മൾ നേരത്തെ മുട്ട പുഴുങ്ങി വെച്ചിട്ടില്ലായിരുന്നോ, അതും കൂടി നമുക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ അതിന് മുന്നായിട്ട് കുറച്ച് മല്ലിയില ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളിതാ പുഴുങ്ങി വെച്ച മുട്ട കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക.
ഇതിപ്പോൾ മുട്ട ഇപ്പോൾ 4ആയിട്ട് തന്നെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കണം. ഞാനിത് ഫോട്ടോ എടുക്കേണ്ടതുകൊണ്ടാണ് ഇങ്ങനെ ഇട്ട് കൊടുത്തത്. 4ആയിട്ട് തന്നെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. ആ മുട്ട എല്ലായിടത്തും എത്തുന്നത് വരെ, ആ ഗ്രേവി എല്ലായിടത്തും എത്തുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. കറി ഇവിടെ റെഡിയായി കേട്ടോ. നല്ല ടേസ്റ്റാണ് ഈ ഒരു കറി. നല്ലൊരു സ്മെല്ലൊക്കെ ഉണ്ട്. എന്താ പറയുക, നമ്മളൊരു ചില്ലി ചിക്കൻ്റെ ഒക്കെ ആ ഒരു സ്മെല്ലൊക്കെ ഉണ്ട്. പക്ഷേ ചിക്കൻ ഇല്ലയെന്നേ ഉള്ളൂ. അതേ സെയിം ഗ്രേവി തന്നെയാണ് ഇത്. ചില്ലി ചിക്കൻ്റെ അതേ സെയിം ഗ്രേവി ആയിട്ട് തന്നെ നമുക്കിത് ഉണ്ടാക്കാൻ പറ്റും. ഇതിപ്പോൾ നമുക്ക് പൂരി, ചപ്പാത്തി, പൊറോട്ട ഇതിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ നല്ല സൂപ്പറാണ് കേട്ടോ. അപ്പോൾ ട്രൈ ആക്കി നോക്ക്. ഇതുവരെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു ചേഞ്ചിൽ നമുക്കിങ്ങനെ ഉണ്ടാക്കി നോക്കാം. എപ്പോഴും ഉണ്ടാക്കുന്നത് പോലെയൊന്നും അതിൽ നിന്നൊരു മാറ്റമായിട്ട് നമുക്കിങ്ങനെ ഉണ്ടാക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ ലാസ്റ്റായിട്ട് നമുക്കിത് കുറച്ചും കൂടി മല്ലിയില ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് തീ അങ്ങ് ഓഫാക്കി കൊടുക്കാം. കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇട്ട് കഴിഞ്ഞാൽ കുറേ സമയമൊന്നും വെച്ച് കൊടുക്കണ്ട. നമുക്കൊരു 2 സെക്കൻഡ് നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് അങ്ങ് മിക്സ് ആക്കിയാൽ മാത്രം മതി. അപ്പോൾ ഇതാ തീ അങ്ങ് ഓഫാക്കി കൊടുക്കാം. കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്ക്. ഇൻഷാ അല്ലാ ഇനിയും നല്ലൊരു വീഡിയോയുമായിട്ട് വരാം. Tall buildings as the chemicals they take us higher. The night's young and it's just begun as she puts her hand in mine.